നമസ്കാരം, എൻ്റെ പേര് വിനോദ് എന്നാണ്. ഞാൻ ആദ്യമായിട്ട് നിർമ്മിക്കുന്ന B3 പ്രൊഡക്ഷൻസ് ബാനറിൽ നിർമ്മിക്കുന്ന ചിത്രമാണത്. ഇത് തൃശ്ശൂർ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചില പ്രശ്നങ്ങൾ ഈ സിനിമയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നം. ഇരകളാക്കപ്പെടുന്ന ഒരുപാട് ആളുകൾ നമുക്കറിയാം. അവർക്ക് ശരിയായ ഒരു നീതി കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മുടെ ചോദ്യത്തിൽപ്പെടുന്നതാണ്. ഇതും ഒരു സ്ത്രീപക്ഷ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളൊരു മൂവ്മെൻറ്റാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. ഇതിൽ അവസാനം ആ സ്ത്രീക്കൊരു ഇത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ജോജു ജോർജ്, കിച്ചു ടില്ലസ്, അനുമോൾ, കലാഭവൻ നവാസ്, ജയരാജേട്ടൻ, അങ്ങനെ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് ഉള്ള കലാകാരന്മാരെ കൂടുതലും. ഒരു ത്രില്ലർ ആണെന്ന് വെച്ചാൽ ഒരു ഫാമിലി ത്രില്ലർ എന്ന് വേണ്ടി പറയാവുന്നൊരു സിനിമയാണ്. ശരിക്കും നിങ്ങളെല്ലാവരും ഈ സിനിമ കാണും. ഇപ്പോൾ ഒരുപാട് വലിയ വലിയ സിനിമകൾ വരുന്ന ഇതിലേക്കാണ് നമ്മുടെ ചെറിയ പടം വരുന്നത്. ഏതൊരു ഫാമിലിക്കും ശരിക്കും ഇരുന്ന് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന എല്ലാ സബ്ജക്റ്റ് ഈ സിനിമയിലുണ്ട്. തീർച്ചയായിട്ടും കാണുക, അനുഗ്രഹിക്കുക. താങ്ക് യു. നമസ്കാരം. എനിക്ക് രണ്ട് സന്തോഷമാണ്. കരീംകയുടെ ഫസ്റ്റ് മൂവി ഏഴര കൂട്ടത്തിൽ ഒരു വേഷം ചെയ്യാനുള്ള അവസരം ഭാഗ്യമുണ്ടായി. അദ്ദേഹം ഈ ഒരു കഥ തിരഞ്ഞെടുത്തപ്പോൾ അങ്ങനെ വീണ്ടും വിളിച്ചപ്പോൾ അതൊരു വളരെ നോട്ടബിളായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. വളരെ സീരിയസ് ആയിട്ടുള്ളതൊന്നുമല്ല. ഈ ക്യാരക്ടർ സീരിയസ് ആണെങ്കിലും സിറ്റുവേഷൻ ഭയങ്കര തമാശയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പണ്ടൊക്കെ കുറേ തമാശ കഥാപാത്രം ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീട് ഇപ്പോൾ റീസെൻ്റ്ലിയൊക്കെ അത്യാവശ്യം വളരെ സീരിയസ് ആയിട്ടുള്ള ചെറുതാണെങ്കിലും നല്ല കഥാപാത്രങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറേ നാൾക്ക് ശേഷം കിട്ടിയൊരു ഹ്യൂമർ ക്യാരക്ടറാണ്. സിറ്റുവേഷനിലുള്ള തമാശകളാണ്. കുഞ്ഞാക്ക എന്നൊരു ക്യാരക്ടറാണ്. ഈ ക്യാരക്ടറിൻ്റെ വേറൊരു പ്രത്യേകത, ഇദ്ദേഹം ഒരു മമ്മൂക്ക ഫാനാണ്. കടുത്ത മമ്മൂക്കയുടെ ഒരു ആരാധകനാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ്ങിൽ പോലും മമ്മൂക്കയുടെ ഫോട്ടോ ഒക്കെ വെച്ച് അങ്ങനെ ഡിസൈൻ ചെയ്തൊക്കെ പോകുന്നൊരു ക്യാരക്ടറാണ്. പക്ഷേ ഈ കഥയിൽ പല സിറ്റുവേഷനിലും ഈ കഥയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അറിയാതെ ലോക്കായി പോകുന്ന കുറേ സിറ്റുവേഷൻ വരുന്നുണ്ട്. കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള അതല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ് കുഞ്ഞാക്ക എന്നുള്ള ക്യാരക്ടർ. ഇപ്പോൾ അങ്ങനെ ഒരു വേഷം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ത്രില്ലർ റൂട്ടിലൂടെ എല്ലാവരെയും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ് ആയിരിക്കും ഇത്. ഇപ്പോഴത്തെ ഒരു ജോണറിൽ നമ്മുടെ യങ്സ്റ്റേഴ്സിനാണെങ്കിലും ഫാമിലിക്കൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു മൂവിയാണ് ആരോ. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.